സ്നേഹം നിറഞ്ഞവരെ തന്നെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനായിട്ട് സഹായിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന രണ്ടുപേരാണ്. ഒന്ന് ഇവരുടെ പാദങ്ങൾക്ക് വിളക്കായി മാറുവാൻ ഇടവരട്ടെ. നിങ്ങൾക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞു. ദിവികാരനെ സ്വീകരിക്കുന്നതിന് മുൻപ് ആ വിശ്വാസം ഏറ്റുപറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും സകല മനുഷ്യരുടെയും പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പിതാവായ ദൈവത്തിന്റെ ഏകപുത്രനായ ഈശോയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ പുത്രൻ നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ രക്ഷകനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈശോയുടെ ദാനമായ പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവ് നയിക്കുന്ന കത്തോലിക്ക സഭയിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന പാവമോചനത്തിലും വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ജീവിതാവസാനമുള്ള നിത്യജീവനിലും ശരീരങ്ങൾ ഉയർത്തലും വിശുദ്ധരുടെ ഐക്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവരുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയമത്സര മക്കളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുരിശിക്കണമേ. അങ്ങയിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ് പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ
എന്റെ സഹോദരരെ, പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 16-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് കാളയെ മൂടി. രാവിലെ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണം തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഓരോരുത്തരും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളൊന്നിന് 1 ഓമർ വീതം ശേഖരിക്കട്ടെ. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. ചിലർ കൂടുതലോ കുറവ് ശേഖരിച്ച കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്ന് ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കി വെച്ചു. അത് പുഴുത്തു മോശമായി. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു. വിശുദ്ധ പൗലോസ് കൊറിന്തോസ്കാർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ചെയ്തു. ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്നെ ഓർക്കുകയും ചെയ്തേ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യേകമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധി ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6:47 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം നമ്മുടെ കുട്ടികളെ തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് ദേഷ്യം തോന്നിയിട്ടോ കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്താനായിട്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് കടമയുണ്ട്. ആ കടമ നമ്മൾ നിർവഹിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നേ ദിവസം. പ്രിയമുള്ള മക്കളെ, ഇതുപോലെ ആത്മാവിനെ നിർദ്ദേശിച്ചുകൊണ്ട് നല്ല കുട്ടികളായി യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമുക്കെപ്പോഴും സാധിക്കട്ടെ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുക. അങ്ങനെ ജീവിക്കാനായിട്ടുള്ള കൃപ നൽകണമേ. ജീവനും വരുന്നുണ്ട്. അതിനോടൊപ്പം വഴിയെ സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്നരിച്ചത് മിശിഹായെ. ഹൃദയപരിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ആദ്യമായി സ്വീകരിക്കാൻ
സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയെത്തിയിരിക്കുന്ന ഈ 8 മക്കളെയും അവരുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് വിവാഹത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ജോർജ് കുട്ടിച്ചേട്ടനെയും മറിയാമ്മ ചേച്ചിയെയും അവരുടെ കുടുംബങ്ങളെയും കുടുംബ അംഗങ്ങളെയും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രരാക്കണമേ, ഈ ദാസർക്ക് നൽകണമേ. കവിയപ്പ ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞു സുവിശേഷത്തെ സാക്ഷ്യം വഹിക്കുന്ന ധീര പടയാളികളും സഭയുടെ വിശ്വസദാസരുമായി ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസർക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്ക് അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിച്ച തോമസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവിതായുധമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർവതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസൻ സംരക്ഷിക്കണമേ. മെസ്സിഹായുടെ പരിമള ജീവിതത്തിലുടനീളം പ്രസരിക്കുവാൻ ഇവന് ഇടയാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വീകരിച്ച ക്രയർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും. ജോൺ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും. സ്വീകരിച്ച ജോർജ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്വീകരിച്ച ജോസഫ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും. സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചെയ്യുന്നു അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കും വേണ്ടി
എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയുടെ ആത്മാവോടും കൂടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഈ ജപമാല ആശീർവദിക്കണമേ. മിശിഹായ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉത്ഥാനത്തെയും പരിശോധിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇത് ഞങ്ങളെ സഹായിക്കട്ടെ.
പ്രിയ കൂട്ടുകാരെ, നമ്മോടുകൂടി എന്നും ജീവിക്കുവാൻ, നമ്മോടൊപ്പം സ്നേഹത്തോടെ ആയിരിക്കുവാൻ ഈശോ വിശുദ്ധ കുർബാനയായി. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയെ ഞങ്ങൾ ആദ്യമായി സ്വീകരിച്ച ദിവസമാണെന്ന് ഞങ്ങൾ ഏറെ കാത്തിരുന്ന ദിവസം. ജോസ് പടയാട്ടിൽ അച്ഛനും ജയമോൻ അച്ഛനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം മനോഹരമാക്കാൻ ബുദ്ധിമുട്ട് ബിനോയ് എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. ഒന്ന് കൈയടിക്കാവുന്നതാണ് കേട്ടോ. പ്രത്യേകമായിട്ട് സഹായിക്കുവാൻ